പൗരത്വ നിയമം നിലവിൽ വന്നു. നോക്കാം വിശദമായി. ഏറെ തടസ്സങ്ങൾക്കും പ്രതിപക്ഷം ഇളക്കിവിട്ട കോളിളക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ പൗരത്വ നിയമം നിലവിൽ വന്നു. കേരളമടക്കം 7 സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കുന്നതിനെതിരെ അന്ന് പ്രമേയം പാസാക്കിയിരുന്നു. അതിനെല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത് സംബന്ധിച്ച വിജ്ഞാനപാനം. ഇതിനുള്ള ഓൺലൈൻ പോർട്ടൽ സജ്ജമായതും ട്രയൽ റണ്ണ് നടക്കുന്നതുമായുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിൽ നടപ്പാക്കിയിരുന്നില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈൻ, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി എന്നീ വിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന് മുഴുവനായും വളച്ചൊടിച്ചുകൊണ്ട് ഒട്ടനവധി വാർത്തകളാണ് വന്നിരിക്കുന്നത്. 2014 ഡിസംബർ 31 ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിന് അപേക്ഷ നൽകാൻ കഴിയുക എന്നാണ് നിയമത്തിന്റെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിനെ ചൊല്ലി ഒരുപാട് വർഗീയ കുത്തിവെപ്പുകൾ നമുക്കിടയിൽ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. ഡൽഹി കലാപമെല്ലാം അതിന്റെ വലിയ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അതെല്ലാം പരന്നുകൊണ്ടിരിക്കുന്നതും പറക്കാൻ പോകുന്നതുമായ വ്യാജ വാർത്തകളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. എന്താണ് പൗരത്വ ഭേദഗതി ബിൽ അഥവാ CAA അനുസരിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 വിസ ഇല്ലാതെയോ അല്ലെങ്കിൽ അനധികൃതമായോ ഇന്ത്യയിലേക്ക് കടന്ന ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി കുടിയേറ്റക്കാർ കൂടാതെ 5 വർഷമായി രാജ്യത്ത് തങ്ങിയവർ എന്നിവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. എന്നാൽ അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥ 6 മതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം അവകാശമാകുന്നത്? മുസ്ലിങ്ങൾ ഇതിൽ ഇല്ല. പകരം ഈ 6 രാജ്യങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം അവകാശമാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സിമ്പിളാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ 6 മതങ്ങളിൽപ്പെട്ടവർ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഇന്ത്യയെ മതപരമായി വിഭജിച്ചതിനാൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റക്കാർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള സമയബന്ധിതമായ വ്യവസ്ഥയാണിതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. CAA നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികളും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്.